നമസ്കാരം ചേട്ടാ. ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്യുകയുണ്ടായി. അതായത് കേരളത്തിൽ രൂപപ്പെട്ടു വരുന്ന ഇന്ത്യ സഖ്യത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുകയുണ്ടായി. അപ്പോൾ ആ വീഡിയോയുടെ താഴെ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട്, അദ്ദേഹം പിരപ്പങ്കോടാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഈ പിരപ്പങ്കോട് എന്ന് പറയുന്ന സ്ഥലം ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ്. എനിക്ക് ആ സ്ഥലത്തോട് ഒരു പ്രത്യേക ഇഷ്ടവുമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഒരു ചെറുപ്പക്കാരൻ എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റിലൂടെ വന്ന് എന്നോട് ചോദിക്കുകയാണ്, ചേട്ടൻ എന്തുകൊണ്ടാണ് അയോധ്യയെക്കുറിച്ച് വീഡിയോ ചെയ്യാത്തതെന്ന്, അയോധ്യയിലെ കൊള്ളയെക്കുറിച്ച് വീഡിയോ ചെയ്യാത്തതെന്ന്. ഞാൻ ആലോചിച്ചു, ശരിയാണ്, അങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ റിക്വസ്റ്റ് പ്രകാരം ഞാൻ ഈ വീഡിയോ ചെയ്യുകയാണ്. ശബരിമല കൊള്ള പോലെ തന്നെ അത്യുഗ്രൻ കൊള്ള തന്നെയാണ് അയോധ്യ രാമക്ഷേത്രത്തിലും നടന്നിട്ടുള്ളത് എന്നതിൽ യാതൊരു തർക്കവുമില്ല. സമാന രീതിയിൽ അവിടെയും SIT അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ പ്രതികളെ അറസ്റ്റ് ചെയ്തതുപോലെ തന്നെ അയോധ്യയിലെ പ്രതികളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ട്രസ്റ്റിൽ ഉൾപ്പെട്ട കൊള്ള നടത്തിയിട്ടുള്ള 3-4 പേര് രാജിവെച്ചിട്ടുണ്ട്. അവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രധാനമന്ത്രി നേരിട്ട് തന്നെ, നരേന്ദ്രമോദിജി നേരിട്ട് തന്നെ ഈ കേസിൽ ഇടപെട്ടിട്ടുണ്ട്. ആ കേസിന്റെ സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ശബരിമലയെ പോലെ തന്നെ ആസൂത്രിതമായ രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കൊള്ള തന്നെയാണ്. ക്രമേണ പണം ചാക്കുകളിലാക്കി ബാത്റൂമുകളിലൊക്കെ കൊണ്ടുവച്ച് ഒളിപ്പിച്ചും അത് കഴിഞ്ഞ് അവിടെ നിന്ന് നൈസായിട്ട് വേറെ ആരെങ്കിലും ഒക്കെ കൊണ്ട് കടത്തുന്ന പ്രവണതയാണ് അവിടെ നടന്നിട്ടുള്ളത്. ഇതിൽ രണ്ടിലും യാതൊരു വ്യത്യാസവുമില്ല. അതിൽ RSSകാരനായിരുന്നാലും BJPക്കാരനായിരുന്നാലും വിശ്വ ഹിന്ദു പരിഷത്തിലുള്ളവരായിരുന്നാലും അവർ ഏത് സംഘടനയിൽപ്പെട്ടവരായിരുന്നാലും ഏത് ഉന്നത നേതാക്കളായിരുന്നാലും പിടിക്കപ്പെടേണ്ടത് തന്നെയാണ്. ആര് ചെയ്താലും കുറ്റമല്ലാതെ ആവുന്നില്ല. ആരാധനാലയങ്ങൾ കൊള്ളയടിക്കുന്നത് അതിനെ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ശബരിമല കൊള്ളയുടെ പിന്നിലായാലും ശരി, അയോധ്യയിലെ കൊള്ളയുടെ പിന്നിലായാലും ശരി, ഇവരെ എല്ലാവരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. അവർക്ക് തക്കതായ ശിക്ഷ കിട്ടണമെന്ന് തന്നെയാണ് അഭിപ്രായം. നമുക്കറിയാം, കഴിഞ്ഞ 12 വർഷമായി നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്നു. ഇന്ന് വരെ ഒരു അഴിമതി എന്ന ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. വളരെ ശക്തവും നല്ല രീതിയിലുള്ള ഭരണവുമാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത്. അദ്ദേഹം വന്നതിന് ശേഷം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ തന്നെ വളരെ വലിയ അംഗീകാരമാണ് നമ്മുടെ ഇന്ത്യക്കാർ എന്നുള്ള നിലയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അയോധ്യയിൽ അഴിമതി നടത്തി എന്ന് പറയുമ്പോൾ അത് മോദിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മോദി അറിയാതെയല്ലേ ഇത് നടന്നത്. ആര് കുറ്റം ചെയ്താലും ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരായിക്കോട്ടെ, ഭരണസിരാ കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവരായിക്കോട്ടെ, ഉദ്യോഗസ്ഥ വൃന്ദങ്ങളായിക്കോട്ടെ, അവരെയൊക്കെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരേണ്ടത് അനിവാര്യം തന്നെയാണ്.